വചനം പെയ്തിറങ്ങും അസുലഭ നിമിഷമിതാ വരമായി എന്നിൽ നിറയും അഗ്നിയായി വരമായി എന്നിൽ നിറയും അഗ്നിയായി മനസ്സുകളിൽ ഉടയവൻ വിത്തുകൾ വിതറുന്നു ഉഴുതുമറിച്ചൊരു മനസ്സുകളിൽ ഉടയവൻ വിത്തുകൾ വിതറുന്നു അജ്ഞതയാൽ മൃതനായ മർത്യന് നിത്യത നൽകും വചനം നിത്യത നൽകും വചനം വചനം പെയ്തിറങ്ങും അസുലഭ നിമിഷമിതാ വചനം വിതറിയ മനസ്സുകളിൽ ചോരൻ കളകൾ വിതറുന്നു വചനം വിതറിയ മനസ്സുകളിൽ ചോരൻ കളകൾ വിതറുന്നു വിള കൊയ്യുമ്പോൾ കളകൾ നാഥൻ എരിയും അഗ്നിയിലെറിയുന്നു എരിയും അഗ്നിയിലെറിയുന്നു പെയ്തിറങ്ങും അസുലഭ നിമിഷമിതാ വചനം പെയ്തിറങ്ങും അസുലഭ നിമിഷമിതാ വരമായി എന്നിൽ നിറയും അഗ്നിയായി വരമായി എന്നിൽ നിറയും അഗ്നിയായി
Jesus amido. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ അമരോത്ഭവ മാതാവ് കുണ്ടൂരിലും അത് സാധ്യമായി. അമരോത്ഭവ മാതാവിന്റെ അളവറ്റ സ്നേഹവും ശക്തമായ മാധ്യസ്ഥവും നമ്മോടൊത്ത് വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയും സാക്ഷാത്കരിച്ചു. ധന്യതയുടെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ വളരെയേ ശക്തനായ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് കേട്ട് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ ആലയത്തിലേക്ക് സ്വാഗതം. പുതുക്കിപ്പണിത ഈ ദേവാലയത്തിന്റെ പ്രധാന കവാടം ദൈവജനത്തിനായി തുറന്നു കൊടുക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. വികാരിയത്തിന്റെ അപേക്ഷ പ്രകാരം പിതാവ് മനോഹരമായി വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഹൃദയങ്ങളും നിനക്ക് വേണ്ടി തുറക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കും. ദൈവജനത്തോട് ചേർന്ന് ഒരു പള്ളി തുറന്നു കൊടുക്കുന്നത് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രദക്ഷിണമായി മധുബഹായിലേക്ക് വരുന്നു. നമുക്ക് ഈ പ്രവേശന ഗാനത്തിൽ കൊണ്ടുചേർന്നുകൊണ്ട് ഈ തിരുക്കർമ്മ ദൈവത്തിന്റെ വലിയ കാരുണ്യ കൂപ്പുകൈകളോടെ ഒരു വർഷത്തിലെ ജ്ഞാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് എല്ലാവർക്കും വിശാലമാക്കിയിരിക്കാൻ പറ്റിയ ഒരു ദേവാലയമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഇതിൻ്റെ കൂതാശ നിർവഹിക്കാമെന്നുള്ള അഭിപിതാവിനെയും മുൻ വികാരിഷ്യന്മാരെയും സ്നേഹമുള്ള മറ്റു വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബന്ധുമിത്രാദികളെയും അതുപോലെ തന്നെ ഇടവസമത്തിൽ ഓരോരുത്തരെയും ആദ്യമായിട്ട് തന്നെ ഞാൻ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിച്ചു. ദൈവം തെളിയിക്കുന്ന കർമ്മം ക്രിസ്തുവാണ് ലോകത്തിന്റെ പ്രകാശം. ഈ ദേവാലയത്തിൽ ഇവിടേക്ക് കടന്നു വരുന്നവരിൽ
നമ്മുടെ കുടുംബങ്ങളിലെ നാട്ടിൽ ക്രിസ്തുവിന്റെ വെളിച്ചം പ്രശോഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം അഭിനന്ദ പിതാവും തുടർന്ന് വികാരിയച്ഛൻ, അതേ തുടർന്ന് ഇടവകയിലുള്ള സമർപ്പിതരുടെ പ്രതിനിധിയായ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനും കൈക്കാരൻ ശ്രീ ഷാജു മണിയേക്കിനും പള്ളി പുനർനിർമ്മാണത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ സ്റ്റാൻലി ആന്റണി ഐനിക്കിനും ദീപം തെളിയിക്കുന്നു. ഇടവകയെ, കുടുംബങ്ങളെ, ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയവരെ, നമ്മുടെ നാടിനെ, നാനാതര മതസ്ഥനായ എല്ലാവരും, ഏറ്റവും പ്രത്യേകമായി നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഫാദർ മനോജ് തിരുഭായി, പള്ളി നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ബലി പങ്കുചേരാം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അമൂല്യമായ രക്തം വിലയായി കൊടുത്തുവാങ്ങുന്ന വിശുദ്ധ പള്ളിയെ അങ്ങയുടെ സിംഹാസനം സ്ഥാപിക്കണമേ. അങ്ങയുടെ തിരുശരീരവും രക്തവും സഭയ്ക്കുവാനുള്ള പീഠത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഭക്തിയോടും ആദരവോടും കൂടെ ഇവിടെ ശുശ്രൂഷിച്ചു ഞങ്ങൾ രാത്രിയും ചെയ്യണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ മനോഹരമാകുന്നു. എല്ലാം വിശദീകരിക്കുന്ന ദൈവമേ, അങ്ങയുടെ വ്യത്യസ്തമായ രീതികൾ എത്ര മനോഹരമാകുന്നു. കർത്താവിനെ കാണുവാൻ എന്റെ ആത്മാവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. ചെങ്കാലിയും
അവരുടെ അങ്ങേ പ്രവേശിച്ചുകൊണ്ടിരിക്കും. അന്യസ്ഥലത്തായ ദിവസങ്ങളേക്കാൾ അങ്ങേ നടക്കുന്ന ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളേക്കാൾ ദൈവഭവനത്തിലെ വന്നപ്പടി ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങളുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളികൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ പിടിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനായി എന്നേക്കും. ശിശുമാർക്ക് വെളിപ്പെടുത്തിയ അങ്ങയുടെ വസ്തുവാൻ ഈ ദേവാലയത്തിൽ നിറയ്ക്കണമേ. ഇതിൽ അർപ്പിക്കപ്പെടുവാനുള്ള അങ്ങേ ശരീരങ്ങൾ കഴിയാൽ അങ്ങേ ദാസഭാവങ്ങൾ മോചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദ്യം പെരുരീതവും തുടർന്ന് മധുബായുടെ ചുവരുകളിലും പള്ളിയുടെ വാതിലുകളിലും പ്രധാന കവാടത്തിലും ഭൂമിയിടങ്ങളിലും പിതാവ് ഈ ആശീർവാദം നടത്തുന്നു. ഈ സമയം ഗായക സംഘം ഗാനം ആലപിക്കുന്നു. ഭിന്നതകളെ അവസാനിപ്പിച്ച് അത് സമാധാനം പാലിക്കണമേ. വിശുദ്ധിയോടെ അങ്ങ് ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. പത്രോസ് പാറമേൽ പണിതുയർത്തി തിരുസഭ അങ്ങനെ ആശ്രയ സ്വർഗീയ തുറമുഖമായി തീരട്ടെ. അങ്ങയുടെ ഈ ഭവനത്തെയും പ്രാർത്ഥനയിൽ വന്നുകൂടുന്നവരെയും അപകടങ്ങൾ കാത്തുരക്ഷിക്കണമേ.
സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ സ്തുതിക്കും ദിവ്യകാശപരികർമ്മത്തിനുമായി ഈ ബലിപീഠത്തെ വിശുദ്ധീകരിക്കണമേ. സർവശക്തനായ ദൈവമേ, എളിയവരായ ഞങ്ങളുടെ സഹായത്തെ നന്ദി പറയുന്നു. മനുഷ്യരല്ലാത്ത വിശുദ്ധ മന്ദിരം സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രസക്തമാക്കിയിരിക്കുന്നുവല്ലോ. അല്ലാദ്യമായി ഞങ്ങൾക്ക് പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ശുശ്രൂഷകൾ ഞങ്ങൾ വീട്ടിൽ മന്ദിരങ്ങളിൽ ദിവസികൾ വ്യവസായങ്ങളുടെ കർത്താവെ, മോശമേ സജ്ജമാക്കിയ ആ ദിവ്യകൂടാരത്തെയും സോളമൻ പൂർത്തിയ സിഗ്യോൻ ദേവാലയത്തെയും സ്നേഹനയുടെ സ്ഥാപിച്ച തിരുസഭയെയും അന്ന് വിശുദ്ധീകരിച്ചതുപോലെ അങ്ങയുടെ മഹത്വത്തിലെ ബലിപീഠവും വിശുദ്ധീകരിക്കണമേ. ഈ ഭവനം അങ്ങേക്ക് യോഗ്യവാസ്തരമായിരിക്കട്ടെ. ഇവിടെ അനുഷ്ഠിക്കുന്നവർക്കെല്ലാം പാപങ്ങൾ ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രവാചകരും പുരോഹിതരും ഈ ദേവാലയം വിശുദ്ധമായ കാര്യങ്ങൾക്കായി തൈലം പൂശി വേർതിരിക്കപ്പെടുന്നു. ഭവനങ്ങളിൽ നിന്നും മറ്റു കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേകമായ വിശുദ്ധമായ ദൗത്യത്തിനായി ഈ ദേവാലയം ഉദാസ ചെയ്യപ്പെടുന്നു. 3 വിരലുകൾ വിശുദ്ധ തൈലത്തിൽ മുക്കി ആദ്യം ബലിപീഠത്തിന് നടുവിൽ കുരിശ് വരച്ചുകൊണ്ടാണ് ഉദാസകർമ്മം ആരംഭിക്കുക. തുടർന്ന് ബലിപീഠത്തിന് മുകൾ ഭാഗം തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതിനുശേഷം പള്ളി മുഴുവൻ തൈലം പൂശി അഭിഷേകിക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് മധുബഹായുടെ വശങ്ങളും പള്ളിയുടെ ചുവരുകളും പ്രധാന വാതിലുകളുടെ ഉപപീഠങ്ങളും അഭിഷേകിക്കുന്നു. ജീവദായകമായ കൂദാശയുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ സ്തുതിക്കുമായി ഈ ബലിപീഠം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പിതാവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യപ്പെടുകയും പുത്രനാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. സകല വിശുദ്ധരുടെ മധ്യസ്ഥം യാചിക്കാം. ഈ ദേവാലയത്തിലൂടെ കടന്നു വരുന്നവരിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ സകല വിശുദ്ധരുടെ വ്യക്തിയായി പങ്കുചേരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. Hare
സ്വർണ്ണം നിർമ്മിക്കണമെന്ന് പൂർവ്വങ്ങളോട് കൽപ്പിച്ച ദൈവമേ, അംഗീകരിക്കുവാൻ സൂക്ഷിക്കുവാനുള്ള പുസ്തോതി, കഹസ, അരുണിക്ക, സബ്രാരി എന്നിവയെല്ലാം ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇവ കൈകാര്യം ചെയ്യുന്നവരെയും ഉപയോഗങ്ങൾ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അംഗീകരിക്കുവാൻ തിരഞ്ഞെടുത്ത ദൈവം നിലനിർത്തട്ടെ. ഞാൻ പ്രാർത്ഥിക്കുവാനും കൂടുമ്പോൾ അങ്ങ് മധ്യമുണ്ടായിരിക്കണമെങ്കിൽ രൂപങ്ങളും പ്രതികളും ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൂടുമ്പോൾ ഞാൻ ചിന്തവസരത്തെ ഉയർത്തണമേ. സാക്ഷി വഹിക്കുവാൻ ഈ വിശുദ്ധ മാതൃക ഞങ്ങൾക്ക് ജോബ് നൽകട്ടെ. പരിസരം ജീവിക്കുവാൻ കണ്ടെത്തുവാൻ സഹായിക്കണം. സകലത്തെയും നാഥായി നയിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എൻ്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ചിത്രവും ധൈര്യവും സമാധാനവും പകർന്നെടുക്കട്ടെ. സംഘടനയെ കുരിശുകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വരാജ്യം നേടുവാനും സഹായിക്കണമേ. അങ്ങനെ കുരിശുകളുടെ ചിത്രങ്ങളെയും കുരിശുവഴി സഞ്ചരിക്കുന്ന ഭക്തജനങ്ങളെയും ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവദിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ വിശുദ്ധരിലൂടെ ഉണ്ടാകും. കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ സഹിക്കാൻ, പ്രതീക്ഷയോടെ നീക്കാനുള്ള കൃപ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. അതിരിക്കാം പരിശുദ്ധാത്മ നമുക്കെന്നും താനും തണലുമായിട്ടുള്ള അമ്മയാണ്. അമ്മയുടെ മധ്യസ്ഥം ഈ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലും നാടുകളിലും ദേവാലയം വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, വ്യാഖ്യാനിക്കാൻ, വചനം ജീവിക്കാൻ വേണ്ട കൃപ യാചിക്കാനുമുള്ള ഇടമാണ്. വചനത്തിന് പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് കത്തിച്ച തിരികളുടെയും പുഷ്പനാലങ്ങളുടെയും ജീവകാനുഷ്ഠാനത്തിനുമായി ദേവാലയവും ബലിപീഠവും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന് പൂജയ്ക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായി ഭവൻ വൃത്തിയായി പൂർണ്ണമായി സൂക്ഷിക്കപ്പെടട്ടെ. ദൈവസന്നിധിയിൽ ബഹുമാനത്തോടും ആദരവോടും വർത്തിക്കുകയും ഈ ദേവാലയം നിങ്ങൾക്കും ഇടവയ്ക്കും നിരന്തരമായ ദൈവാലയത്തിലേക്ക് പൂർണ്ണമായി തീരട്ടെ. ആമേൻ.
കിടക്കുകയോ എന്റെ കണ്ണുകൂടുകയോ ചെയ്തില്ല. അഫസായിലേക്ക് പേടകത്തെ പറ്റി കേട്ടു, യാറിന്റെ വഴി ഞങ്ങൾ കണ്ടെത്തി. നാം കൂടാരത്തിൽ പ്രവേശിച്ച് അവരുടെ പാദപീഠം വണങ്ങുന്നു. അങ്ങേ മകനിയുടെ പേടകത്തോടൊപ്പം അങ്ങ് വിശ്വസ്ഥലത്ത് എഴുന്നള്ളണമേ. ശരിയായ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, അതിനെ അവസ്ഥമായി സ്വീകരിക്കുകയും ചെയ്തു. അതിനെ വിശ്വസ്ഥലമായിരിക്കും അവിടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന്റെ വിഭവങ്ങളെ വിജയിക്കും, അവിടെ ഞാൻ തോറ്റു. അതിന്റെ പുരോഗതിനെ രക്ഷിക്കും, വിശ്വാസിക്കും. അവിടെ കൊടുക്കും. അവന്റെ ശക്തി പ്രകാശം പരത്തുകയും ചെയ്യും. ഭാഗത്തു നിന്നും മൂന്നാമത്തെ സുവിശേഷത്തിൽ നിന്നുമാണ് ദേവാലയത്തെ സംബന്ധിക്കുന്ന ഈ വായനകൾ നടത്തുന്നത്. യഥാർത്ഥമാണ് ഇടവകയുടെ സിസ്റ്റേഴ്സിനെ പ്രതിനിധി സിസ്റ്റർ റോസ്റ്റിൻ FCC, ബ്രദേഴ്സിനെ പ്രതിനിധി ജിനോ കോലച്ചേരി, പ്രധാന കാർമ്മികമായ പിതാവുമാണ്. നമുക്ക് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി തിരുവചനം ശ്രമിക്കും. അധ്യായം 5, 6 മുതലുള്ള തിരുവചനങ്ങൾ. തയലിലെ രാജാവായ ഹീരാം തന്റെ ഭൃത്യന്മാരെ അദ്ദേഹത്തിന്റെ പക്കലേക്ക് അയച്ചു. എന്നാൽ ഹീരാം ദാവീദിന്റെ വലിയൊരു സ്നേഹിതനായിരുന്നു. സോളമൻ ഹീരാമിന് ഒരു സന്ദേശം കൊടുത്തയച്ചു. എന്റെ പിതാവായ ദാവീദ് തന്റെ കർത്താവായ ദൈവത്തിന് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. 4 വർഷത്തിൽ നിന്നും യുദ്ധത്തിന് വന്ന ശത്രുക്കൾ മൂലം അദ്ദേഹത്തിന് അത് സാധിച്ചില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അവസാനം ദൈവം അദ്ദേഹത്തിന്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തി. എനിക്ക് ഇപ്പോൾ അവിടുന്ന് എല്ലാ ഞങ്ങളുടെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങളുടെ സ്നേഹവും ദക്ഷിണങ്ങളെ ഫലമണിയും നിരന്തരങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ വിദഗ്ധനായ ഒരു ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. എന്നാൽ പണിയുന്നത് മറ്റുള്ളവരാണ്. താൻ എങ്ങനെയാണ് പണിയുന്നതെന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ. ഈശോയാണ് അടിസ്ഥാനം. അതിനെപ്പെട്ട് കഴിഞ്ഞു വേറൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും സാധ്യമല്ല. ആ അടിസ്ഥാനത്തിന് സ്വർണം കൊണ്ടോ രത്നം കൊണ്ടോ വെള്ളി കൊണ്ടോ പണിയാം, മരം കൊണ്ടോ വൈക്കോൽ കൊണ്ടോ പുല്ലുകൊണ്ടോ പണിയാം. എന്നാൽ ഓരോരുത്തരും എങ്ങനെയാണ് പണിതതെന്ന് അവസാന ദിവസം പ്രകടമാകും. അഗ്നിയിലാണ് ആ ദിവസം ഒതുക്കുന്നത്. ഓരോരുത്തരുടെയും പ്രയത്നഫലം അഗ്നി തന്നെ തെളിയിക്കുകയും ചെയ്യും. ആരുടെ ശില്പം കേടുകൂടാതെ നിൽക്കുന്നുവോ അവന് പ്രതിഫലം ലഭിക്കും. ആരുടെ കത്തിയേറുന്നുവോ അവന് പ്രതിഫലം നഷ്ടമാകും. എങ്കിലും അവന്റെ ജീവൻ രക്ഷപ്പെടും. എന്നാൽ അത് അഗ്നിയിലൂടെ ആയിരിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? സമാധാനം നിർത്താംശയുടെ പരിശുദ്ധ സുവിശേഷം. അടുത്തപ്പോൾ ഈശോ ജെറുസലത്തേക്ക് പോയി. അവിടെ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ കച്ചവടക്കാരൻ അവിടെ ഇരുന്ന് കന്നുകാലിയെയും ആടുകളെയും പ്രാവുകളെയും വിൽക്കുന്നത് കണ്ടു. ആ കൂട്ടത്തിൽ നാണയമാറ്റക്കാരെയും കാണുകയുണ്ടായിരുന്നു. അവിടെ ഉടനെ കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി കന്നുകാലിയും ആടുകളും ഉൾപ്പെടെ എല്ലാവരെയും അടിച്ചു പുറത്താക്കി. നാണയമാറ്റയുടെ മേശ തട്ടിമറിച്ച് അവിടെ നാണയങ്ങൾ ചെറുത്ത് കളയുകയും ചെയ്തു. അനന്തരങ്ങളെ വിറ്റിരുന്നവരുടെ നേരെ തിരിഞ്ഞ് അവിടെ ഇങ്ങനെ അരുളി ചെയ്തു, അവ എടുത്തുകൊണ്ട് പോകുവിൻ,
എൻ്റെ പിതാവിൻ്റെ ഭവൻ നിങ്ങൾ വ്യാപാരശാലയാക്കരുത്. ശിശുക്കൾ കേട്ടപ്പോൾ അങ്ങനെ ഭവൻ പ്രവർത്തിച്ചത് എന്നെ ഗ്രസിച്ചു കളഞ്ഞു എന്നുള്ള തിരുവെടുത്ത് അനുസ്മരിച്ചു. വളരെ പ്രതീക്ഷയർപ്പിച്ച് ആഗ്രഹിച്ച് സുന്ദരമായി പണിതീർത്തിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ കുണ്ടൂർ പള്ളി ഇടവന്ന ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന ഈ നല്ല അവസരത്തിൽ ചാഴിനാട്ടിലായിരിക്കുന്ന കുണ്ടൂർ ഇടവക്കാർക്കും ഇടവകയുടെ ഇടയിലായിരിക്കുന്ന മനോജ് ചെരുപ്പായി അച്ഛനും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ ദിവസത്തിൻ്റെ സന്തോഷവും അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും ഞാൻ ആദ്യമായിട്ട് നേരിടുകയാണ്. പ്രിയപ്പെട്ട കുണ്ടൂർ ഇടവക്കാരെ, നിങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പള്ളി വളരെ മനോഹരമായിരിക്കുന്നു. മനോഹരമാകാത്തതായിട്ട് ഒന്നുമില്ല. ദേവാലയം മാത്രമല്ല, എന്നും നിങ്ങളും വളരെ മനോഹരമായിരിക്കുന്നു. ഈ മനോഹാരിത എന്നും നിലനിൽക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങൾ ഒരു ദേവാലയം പണിതീർത്ത് കഴിഞ്ഞിരിക്കുന്നു. വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണം ചെലവ് ചെയ്തും സമയം ചെലവ് ചെയ്തും ആരോഗ്യം ചെലവഴിച്ചും ഈ ദേവാലയം നിങ്ങൾ പണിതീർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് മുമ്പേ മനസ്സിലായിട്ടുള്ളതാണ്, ദേവാലയം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. നമ്മുടെ കത്തോലിക്ക സഭയിൽ ദേവാലയങ്ങൾ ധാരാളമായിട്ട് നിർമ്മിക്കപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇടവക ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ട്. സഭ നമ്മളെ അത് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ഈ കാണുന്ന കല്ലും മണ്ണും പെയിന്റുമല്ല ദേവാലയം. ദേവാലയത്തിന്റെ പ്രസക്തി ഇന്നു മുതൽ ഇത് ഉദാസീനപ്പെട്ട ഈ നിമിഷം മുതൽ അതിന്റെ പ്രസക്തി ദൈവം ഇവിടെ വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായ യേശുമിശിഹ ഇവിടെ കുടികൊള്ളുന്നു, വസിക്കുന്നു എന്നതാണ്. അതിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ ഈ ദേവാലയത്തിൽ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഈ അടുത്ത കാലത്ത് ഞാനൊരു മുസ്ലിം പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു. അപ്പോഴത് ഉദ്ഘാടനം ചെയ്ത അവരുടെ ഒരു തങ്ങൾ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ അർത്ഥവത്തായിട്ടുള്ള ഉപദേശങ്ങളായിരുന്നു. അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളതെല്ലാം ഗ്രഹിച്ചുകൊണ്ട് ഇത് ദൈവത്തിന്റെ വാസസ്ഥലമാണ് എന്ന നല്ല ചിന്തയോടുകൂടി തന്നെ ഈ ദേവാലയം നിങ്ങൾ പരിശുദ്ധമായിട്ട് കണക്കാക്കണം. ഈ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാനൊരു ഹാളിലേക്കല്ല പ്രവേശിക്കുന്നത്, പിന്നെയോ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ കൂടാരത്തിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത്, പരിശുദ്ധമായ ഇടത്തിലേക്കാണ് ഞാൻ കാൽവെക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അത് പ്രാർത്ഥിക്കാനും അതേസമയം തന്നെ ഉദാശകളിലൂടെ പരിഗണന ചെയ്യാനുള്ള ഇടമാണ്. വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുന്ന മാമോദീസ എന്ന ഉദാശയിൽ പരിശുദ്ധാത്മാവിനെ നൽകുന്ന സ്ഥൈര്യത്തെ പാപങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരാനുള്ള പശ്ചാത്താപത്തിന്റെ ഉദാശയായ കുമ്പസാരവും ഉന്നതമായ ഉദാശയായിരിക്കുന്നവർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലവുമാണ്. മാത്രമല്ല, വിവാഹം എന്ന ഉദാശ ആശീർവദിക്കപ്പെടുന്ന സ്ഥലം, പൗരോഹിത്യം നൽകപ്പെടുന്ന സ്ഥലം. നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവരോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവരെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ വച്ച് ദൈവത്തിന്റെ ഭവനമേ ഞാൻ ഇതിലൂടെ യാത്ര പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തോട് അവസാനമായി യാത്ര പറയാനുള്ള സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, ഉദാസീനങ്ങളിലേക്ക് തന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ അതരങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വാക്കുകളെ നമ്മുടെ അതരങ്ങളിൽ വരാൻ പാടുള്ളൂ. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് മാത്രം
മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഞാനിതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ സുന്ദരമായ ദേവാലയങ്ങൾ പണിയുന്നു, ഒരുപക്ഷെ ലക്ഷങ്ങളോ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ കോടികളോ ഒക്കെ മുടങ്ങിയ ദേവാലയങ്ങൾ നിർമ്മിച്ച് അത് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നു. അതിന്റെ ഭംഗി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം അത് ഉപയോഗിക്കുന്നതിലും ഭംഗി ഉണ്ടാകണം. അത് പലപ്പോഴും നമുക്കൊക്കെ ചില അവസരങ്ങളിലേക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ദേവാലയത്തിന്റെ ഈ പറമ്പിലേക്ക് കടന്നാൽ പോലും പലരും ദൈവത്തിന് ദ്രോഹകരമായ മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പാടിക്കേട്ട ആ പാട്ടിൽ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത അതെന്താണ്? ഇതിന്റെ മുറ്റത്ത് താഴ്ത്താൻ നിനക്ക് സാധിക്കണമെങ്കിൽ നീ എങ്ങനെയുള്ളവനായിരിക്കണം? മാലിന്യമേശാത്ത മർത്യനായിരിക്കണം, നീതി മാത്രം പ്രവർത്തിക്കുന്നവനായിരിക്കണം, ആത്മാർത്ഥതയും സത്യം കൊണ്ട് നിറഞ്ഞ മനസ്സുള്ളവനായിരിക്കണമെന്ന്. ഇത് നമ്മളത് ഇന്നത്തെ ഈ കർമ്മത്തിന് ഇങ്ങനെ പാടിപ്പോകുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ നമ്മൾ അറിയാൻ വരുമ്പോൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ 2 വാക്ക് കുനിച്ച് സംസാരിച്ചിട്ട് കയറുന്ന എത്ര മനുഷ്യർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് പലപ്പോഴും നമ്മൾ ഉദരകരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്ന വഴിക്ക് ഈ കൂട്ടരൊക്കെ ചിലപ്പോൾ എന്തെല്ലാം അവരുടെ മറ്റുള്ളവരെ കുറിച്ചും കൂടി പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ വരാനായിട്ട് വരിക. അതുകൊണ്ട് ഈ അടിസ്ഥാനപ്പെട്ട കർത്താവെ നരകശക്തികളെ കീഴ്പ്പെടുത്തി നിരന്തരം അതിനെ സംരക്ഷിക്കണമെന്നാണ് ഈ ദേവാലയ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുവാനായി എത്തിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത എല്ലാ നല്ല മനസ്സുകളെയും ഉപകാരികളെയും അനുഗ്രഹിക്കണമെന്നും അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാനങ്ങൾ കരകൾ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണം തിരഞ്ഞെടുത്ത അങ്ങയുടെ അധികമായ കടകൾ ഹൃദയം പാവമോചനത്തിനും കാരണവുമായിട്ട് പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. മുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിത നിൽപ്പൂ. അൾത്താരമുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിത നിൽപ്പൂ. എൻ കൈകളെന്നും പാവനമാക്കൂ, ഹൃദയത്തിൽ എന്നും
അനുഗ്രഹിക്കൂ നാദാവേഗം. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ. ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ. എൻ മനക്കണ്ണാൽ എന്നു ഞാൻ കാണും ചൈതന്യമേറും നിൻ രൂപം. ഒരു നോക്കു കാണാൻ കനിയൂ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. ഉരുകുന്നോരൻ ഹൃദയം തിരുമുൻപിലേകിടാ. മനസ്സിൻ്റെ വാതിലുകൾ നിനക്കായി തുറന്നിടാ. എനിക്കുള്ള സർവവും ഞാൻ കാഴ്ചയേകിടാ. നീ തന്ന ജീവിതം നിനക്കായി ഞാനേകിടാ. ഉരുകുന്നോരൻ ഹൃദയം തിരുമുൻപിലേകിടാ. മനസ്സിൻ്റെ വാതിലുകൾ നിനക്കായി തുറന്നിടാ. ലോകമാം ഉൾപ്പടർപ്പിൽ കുടുങ്ങിയൻ ജീവിതം. മുറിവുകളേറേറ്റു തളർന്നിടറി വീഴവേ, നല്ലിടയനായി വന്നു തോളിലേറ്റി നീ. ഇനി എൻ്റെ ജീവിതം നിനക്കുള്ളതല്ലയോ. ഉരുകുന്നോരൻ ഹൃദയം തിരുമുൻപിലേകിടാ. മനസ്സിൻ്റെ വാതിലുകൾ നിനക്കായി തുറന്നിടാ.
മനസ്സിൻ്റെ പാതകളിൽ ഇടറുമൻ കാലുകൾ, മോഹങ്ങൾ തകർന്നടിഞ്ഞു മുറിവേറ്റ ഹൃദയവും സ്നേഹിതനായി വന്നു സാന്ത്വനമേകി നീ. ഇനി എൻ്റെ സർവവും നിന്റേതു മാത്രമേ. ഉരുകുന്നോരൻ ഹൃദയം തിരുമുൻപിലേകിടാ, മനസ്സിൻ്റെ വാതിലുകൾ നിനക്കായി തുറന്നിടാ. എനിക്കുള്ള സർവവും ഞാൻ കാഴ്ചയേകിടാ, നീ തന്ന ജീവിതം നിനക്കായി ഞാനേകിടാ. ഉരുകുന്നോരൻ ഹൃദയം തിരുമുൻപിലേകിടാ, മനസ്സിൻ്റെ വാതിലുകൾ നിനക്കായി തുറന്നിടാ. നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേരി ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകീടാ. നീലാകാശത്തോണിൽ തൂവൻ മേഘത്തേരി ആഗതനാകും മിശിഹാനാഥനു സുരഗീതം പാടാ. ആകാശത്തിൻ ശക്തിയും പ്രാബല്യോധികാരം കീഴതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദീപം പോലെ തെളിയണമെന്നിൽ ഇരുളിൽ
ആലോചിച്ച വലിയ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള കൈക്കാരന്മാരെ, കൺസിഡർ ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ, കൊണ്ടൂർ ഇടവ സമൂഹത്തിലെ അംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഈ ദേവാലയം ഇതുപോലെ പണിതുയർത്തപ്പെട്ടത് അഭിമാനവും സന്തോഷവും ആനന്ദവും നമുക്കുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനങ്ങൾ നിശ്ചയം നേടാൻ നാം കടപ്പെട്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിമനോഹര രീതിയിൽ ഇതിനെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് വിസ്മയകരമാണ്. പരിശുദ്ധ മാധ്യസ്ഥം, ദൈവയുടെ ശരണം, ബന്ധപ്പെട്ട നിങ്ങളേവരുടെയും ആത്മാർത്ഥ സഹകരണം ഈ കാര്യം നേടി തന്നിരിക്കുകയാണ്. എല്ലാം നേടിയാക്കുന്നതിന് വേണ്ടി നിറഞ്ഞ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കരിപ്പായച്ചൻ, മനോജച്ചൻ പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ സഹകരിപ്പിച്ചുകൊണ്ട് ചെറുതും വലുതുമായ സംഭാവനയും സഹകരണവും ആർജിച്ചെടുത്തുകൊണ്ട് മനോഹരമായ ഈ ദേവാലയം ഇത്തരത്തിൽ പള്ളികൾ ഇടവന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, വേറെ സംവിധാനം ഒഴിവപ്പെടുന്നുണ്ട്. പാരിഷ് ഹാൾ ഇങ്ങനെ ആശീർവദിക്കപ്പെടുന്നു. അതിന് പൂർണ്ണമായ ധനസഹായം നൽകിയിരിക്കുന്ന വ്യക്തിയും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ സംഘടനത്തിൽ സഹകരിച്ച സർവരെയും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നാം വാഴ്ചയുടെ ഭാഗത്തും സുവിശേഷ പ്രഭാഷണവേളയിലും നാം മനസ്സിലാക്കിയതുപോലെ ഇത് പരിശുദ്ധമായ സ്ഥലമാണ്. ദൈവം അധിവസിച്ച സ്ഥലം. ഇവിടെ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നു, കൂദാശ പ്രകടനം ചെയ്യപ്പെടുന്നു, തിരുവചനം വ്യാഖ്യാനിക്കുന്ന പ്രഘോഷിക്കപ്പെടുന്നു, സ്നേഹത്തിന് പ്രവർത്തനം നേതൃത്വം നൽകപ്പെടുന്നു. മനോഹര രീതിയിൽ യേശു നേരിട്ട അനുഗ്രഹങ്ങൾ എല്ലാവരും സമൃദ്ധമാകാൻ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായിട്ടാണ് ഈ ദേവാലയം പരിഗണിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രൂപമെടുത്ത ആദ്യത്തെ ദേവാലയത്തെക്കുറിച്ച് അത് രൂപവും ഭാവവും കൊടുത്ത് സകലം നൽകിയ സ്ഥലമായിട്ടോ സംഭാവനയായിട്ടോ സുഗാനമായിട്ടോ ത്യാഗം സമർപ്പിച്ച നേതൃത്വം നൽകിയ എല്ലാവരെയും ഒന്ന് വേദിക്കുകയും അതുമായി സുഹൃത്തുക്കളെയും നൽകുന്ന പുരസ്കരിക്കാം. അവർ പലരും ഇന്ന് ജീവിച്ചിരിക്കില്ല. ക്രമേണ ആ ദേവാലയത്തിന് പല കാലഘട്ടങ്ങളിൽ രൂപമുണ്ടായി ഓർക്കുകയാണ്. നമ്മൾ രൂപത്തിൽ വന്നതിന് ശേഷം, ഞാൻ ബിഷപ്പായി വന്നതിന് ശേഷം ജോസ് എ വാഴപ്പള്ളിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു മാറ്റപ്പെട്ട ദേവാലയം പണിയുയർത്തപ്പെട്ടത് ഓർക്കുകയാണ്. ആ ദേവാലയത്തിൽ പിന്നീട് രൂപഭാവം ഉണ്ടാകാൻ ഇടവന്നിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ എല്ലാവരും സർവ്വതയും നന്ദി സ്മരിക്കുന്നു. വിശ്വാസാരപ്പെടുവാൻ വേണ്ടി, ദൈവസ്ഥ വളരുവാൻ വേണ്ടി, പരസ്യം പ്രാവർത്തികമാകാൻ വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട പഴയ ദേവാലയവും പുനരുപടി ദേവാലയമെല്ലാം അനുഗ്രഹ സ്രോതസ്സായി ഭവിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള നമ്മുടെ രൂപതയിൽ 20 വന്നതിന് ശേഷം തന്നെ 36 സ്ഥലങ്ങളിൽ ഒന്നുമില്ലാതിരിക്കുകയും മറ്റൊരു ത്യാഗം നിറഞ്ഞ ഔദാര്യവും സഹകരണവും പലരിലും പലപ്പോഴും ഉണ്ടായിട്ടുള്ളതായി കാണാൻ കഴിയുമല്ലോ. നന്മ എവിടെയുണ്ടോ, അധ്വാനം കാഴ്ചവെക്കപ്പെടുന്നുണ്ടോ, എല്ലാം മനോഹരപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏവരുടെയും അഭിനന്ദനങ്ങൾ അതിനറിയിക്കുന്നു. സവിശേഷ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ എല്ലാ കാര്യവും ഭംഗിയാക്കാൻ ആരൊക്കെ സഹകരിച്ചിട്ടുണ്ട്, നല്ലവരായ ദൈവം ഏവരെയും അനുഗ്രഹിച്ച് സമ്മാനിക്കട്ടെ. പരിശുദ്ധ പ്രതിഷ്ഠിതമാണ് ഈ ദേവാലയം. അമ്മയുടെ മനോഹരം കൊണ്ട് നമുക്ക് കഴിയട്ടെ. സർവസംഗതികളിലും സർവസ്ഥലത്തും
ദൈവത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ ദൈവ പദ്ധതി അണുപോലും തിരിച്ചടിച്ചില്ല. ആ പരിശ്രമം പണിത്തിരകളെല്ലാം പൂർത്തിയാക്കിയ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഭവിച്ച് സമ്മാനിക്കട്ടെ. ഇനി ഈ സംഗീതം ഉൾപ്പെടുവാനാണ് നൽകിയതാണ്. നിങ്ങളുടെ സഹകരണത്തിലൂടെ ദൈവം എല്ലാം നിർമ്മിച്ചിട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായിരിക്കുന്ന ആ പാരീസ് ഹാൾ അതിന് പണി പൂർത്തിയായിരിക്കുകയാണ്. നല്ല മനസ്സോടെ ആ കാര്യത്തിലേക്ക് സർവചലം വഹിച്ച ശ്രീമാൻ ആൻ്റണി ഐനിക്കിനോട് നന്ദി പറയാം. സ്വാഭാവികമായും ഈ നാട്ടിലുള്ള സംരംഭങ്ങൾക്ക് പ്രത്യേകിച്ച് ഇടവദേവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സകലം കാഴ്ചവെക്കുന്ന സർവ്വരെയും ചെറിയ തോതിലോ വലിയ തോതിലോ സകലവും സമ്പൂർണ്ണ സർവ്വരെയും നല്ല അനുഗ്രഹം ദൈവം അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിനന്ദന അനുവാസിച്ച് നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ സമയം വളരെ കൂടുതലായി അഞ്ജലിക്ക് സ്നേഹമാണ്. പക്ഷേ ഇപ്പോൾ കുർബാനയൊക്കെ കഴിയാത്തതുകൊണ്ട് നമുക്ക് സ്നേഹം പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദിയോടെ വെക്കാനുള്ളത് എല്ലാവരെയും ആണെങ്കിൽ പോലും ചില ഔദ്യോഗികമായ വ്യക്തികളെ നമ്മൾ വളർത്തുന്നത് ശരിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതിയനുസരിച്ച് വിളിക്കുന്നവർക്ക് അവിടുന്ന് സർവ്വവും നന്മയ്ക്കായി പരിഗണിക്കുന്നതാണ് റോമക്കാർക്കിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ഞാനിവിടേക്ക് കടന്നു വന്നതിന് ശേഷം ഇവിടെ മുൻപത്തെ വികാരിച്ചന്മാരായിരുന്ന ജോൺ അവരെ കാണിച്ച് മുൻപ് പല വികാരിച്ചൊക്കെ കാണിച്ചാണ്. അതുപോലെ എല്ലാവരും ഇരിക്കുന്നത് എന്നെ പഠിപ്പിച്ച അച്ഛനാണ്. എന്നെ സംബന്ധിച്ചോളം ഇടവദേവാലയം പണിയുക എന്നുള്ളത് സെമിനാരി കാലഘട്ടത്തിൽ പോലും ചിന്തിക്കാത്തതും ജീവിതത്തിൽ ഒരിക്കലും ദേവാലയം പണിയാൻ ശ്രമിക്കുക എന്നുള്ള പ്രതിജ്ഞ പോലും എടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭത്തിന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം കൂടുതൽ അംഗങ്ങൾ അടിച്ചുകൊണ്ട് കമ്മിറ്റി രൂപപ്പെടുത്തുകയും അത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ബുദ്ധിയായതുകൊണ്ട് 15 പേരുടെ ആലോചന പഠന കമ്മിറ്റി വെച്ച് പഠിക്കാൻ നിയമിച്ചെങ്കിലും അത് പഠിച്ചുകൊണ്ടുള്ള തീരുമാനിച്ചു ഈ ദേവാലയത്തിൻ്റെ ബാക്കിൽ പൊളിച്ച് പുറകിലേക്ക് നിൽക്കുകയും മുൻവശത്തേക്ക് നടക്കൊരു പണിയാണ് തീരുമാനമെടുക്കുകയാണ്. ഞാനും വിചാരിച്ചു ഒരു പണിയല്ലേ വിചാരിച്ച് ഞാനിവിടെ പൊളിച്ചത്. പക്ഷേ ചില വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഇത് തകിടമറിഞ്ഞുകൊണ്ട് ഇതിനെ മുൻവശത്തേക്ക് കൂടുകയും സൈഡിലേക്ക് നീളുകയും അങ്ങനെ എല്ലാം വിശാലമായാണ് ചെയ്തത്. ഇതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എല്ലാവരെയും നന്ദിയോട് ഓർക്കുമ്പോൾ അഭിയുടെ പിതാവിനെയാണ് പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുന്നത്. എന്ത് കാര്യം പറഞ്ഞാൽ നന്ദിയുണ്ടെങ്കിൽ വളരട്ടെ, അച്ഛൻ മുന്നോട്ട് പോയല്ലോ എന്നാണ് എന്നോട് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇന്നും നന്ദിയുണ്ട്, അങ്ങോട്ട് പോകട്ടെ. അതുകൊണ്ട് എല്ലാ അവസരത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പിതാവിന് നിങ്ങളെല്ലാവരും പേര് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വികാരിച്ചനായിട്ടുള്ള ജോസ് കാമകേശനുടെയുണ്ട് നമ്മോടൊപ്പം പൊതുസമ്മേളനത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ട നിർദ്ദേശം തരാറുണ്ട്. അതുപോലെ തന്നെ സന്ദേശം നൽകിയ ജോസ് പത്രക്കാരനച്ഛനാണ്. അച്ഛനിങ്ങനെ നിങ്ങളൊന്ന് പോകുന്നതായിട്ട് എങ്ങനെ പൊക്കോളൂ പിന്നെ താമസം അത് ഞാൻ ഒരു വർഷം പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ പൊക്കിയെങ്കിലും നിങ്ങൾ പോകേണ്ട, ഞാനും പോകുന്നില്ല. ഈ അവസരത്തിൽ ജോസഫിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിർദ്ദേശം നൽകിയ സെബാസ്റ്റ്യൻ വൈദ്യനാഥൻ അച്ഛനാണ്. അച്ഛനിപ്പോൾ മൈനസിനാരി ഡയറക്ടറായിട്ട് സേവനം ചെയ്തു. അച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ മുൻ വികാരിച്ചമാർ ഇടയ്ക്കൊക്കെ തീർച്ചയായും ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. പലരും വന്നതിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വികാരിച്ചമാർ ഈ ദേവാലയത്തോടെ കടപ്പാടുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും വിശുദ്ധതയിൽ സംബന്ധിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മളെ സംബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രൂപത്തിലെ പല വൈദികരും അച്ഛന്മാരും സ്നേഹിതരുമായിട്ട് അച്ഛന്മാർ വരെ വന്നുകയും പോവുകയും ചെയ്തിട്ടുണ്ട്. അച്ഛന്മാരെയും പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുന്നു. പിന്നെ സിസ്റ്റേഴ്സ് ഇവിടെ ഒന്ന് സഹായിച്ചിട്ടുള്ളവർ അത് എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോട് ഓർക്കുകയാണ്. പിന്നെ ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വളരെയധികം നന്നായി സഹകരിച്ചത് ചെറിയ കാലഘട്ടമാണെങ്കിൽ പോലും എൻ്റെ ചിന്തയും അവരുടെ ചിന്തയും ഒരേപോലെ ആവാൻ സാധിച്ചത് തീർച്ചയായിട്ടും മാതാവിൻ്റെ മാധ്യസ്ഥം ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്ന പോലെ അവർ പെട്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് പൂർത്തിയാക്കി. എനിക്ക് എല്ലാ പണിക്കാരുടെ സുഹൃത്തുക്കൾ പോലെയായിരുന്നു. ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് ഈ ദിവസം ഞങ്ങൾക്ക് കൂതാശകൾ നിർവഹിക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ജോലിക്കാരായിട്ട് ഒരുപാട് പേരുണ്ട്. അവരുടെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല, പൊതുസമ്മേളനങ്ങളോ പറയുന്നതാണ്. എങ്കിൽ പോലും എല്ലാവരെയും ഒറ്റ വാക്കിൽ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്.
കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലെ 41 പേരും പിന്നെ എല്ലാ വീട്ടുകാരും കമ്മിറ്റി അംഗങ്ങളായിരുന്നു. എല്ലാ ദിവസവും അവസാനം ഒരു ശ്രമദാനം ചെയ്ത് മടുത്തു പറഞ്ഞ കാര്യമില്ല. പക്ഷേ ഇപ്പോഴും എല്ലാവരും ശ്രമദാനത്തിൽ കഴിയും. എന്നോടൊപ്പം ബലമായിരുന്ന യുവാക്കൾ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ 1 മണി 2 മണി വരെ പണിയെടുത്തുകൊണ്ട് വൈകിട്ട് വെളുപ്പിന് പണിയെടുത്തുകൊണ്ട് വീണ്ടും രാവിലെ 7 മണിക്ക് ജോലിക്ക് പോകുന്ന ഒരുപാട് യുവാക്കളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഒരു ബലമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ പ്രത്യേകിച്ച് ഒരുപാട് പേര് എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളിപ്പോഴുണ്ട്. എനിക്കൊന്നും പറയാൻ അവസരമുണ്ട്, ചിന്തയിൽപ്പോലും ഞാൻ സമയം കളയുന്നില്ല. അതുപോലെ തന്നെ നല്ല ആത്മീയമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ പലരെയും വളയും മോതിരമൊക്കെ നഷ്ടമായിട്ട് രണ്ട് കല്ലുകളും തിരിച്ച് ഒരു കല്ലുകൂടി നമ്മൾ സ്റ്റേജിൽ കിട്ടുന്നതാണ്. പക്ഷേ 2-3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചതായിരിക്കണം ഒരു ചിന്ത വന്നു, ഇത് ദേവാലയത്തിന് പുറത്തു പോയാൽ എന്താണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് അവിടെ സ്ഥലമുണ്ടല്ലോ, നമ്മൾക്ക് അവിടെയും സ്ഥലമുണ്ടല്ലോ എന്നത്. സജീവനെ സംബന്ധിച്ചോളം സജീവന സ്ഥലം വാങ്ങി പരിചയമുള്ളൂ. അങ്ങനെയുള്ള സജീവന നമുക്ക് സ്ഥലം തരാൻ മനസ്സ് കാണിച്ചു. അതേപോലെ ഷാജിയുടെ സ്ഥലം വാങ്ങിച്ചു. പ്രത്യേകിച്ച് ദൈവത്തിൽ അവരെ നന്ദിയോടുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഞാൻ അവിടെ പോയിട്ട് പറയും നന്നായിട്ട് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നല്ലൊരു മതബോധന ബോർഡ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദിവസത്തിൽ ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും നന്ദിയോടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈക്കാരന്മാർ 2 പേരും എൻ്റെ ശക്തിയായിട്ട് ചെറുപ്പക്കാരാണ് 2 പേർ കൈക്കാരന്മാർ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ സ്പീഡിൽ നടക്കുന്നത്. 2 പേരെയും ഷാജിനെയും ടൈറ്റസിനെയും പ്രത്യേകമായിട്ട് നന്ദിയോട് വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മുടെ കപ്പേരി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു ഒരു പള്ളിയിലും കപ്പയാൻ കൂടുതൽ സമയം അച്ഛൻ കുറേ സമയമുള്ള പള്ളികളായിരിക്കില്ല. ഞാനിവിടെ അതേ സമയം ഉണ്ടാവുമെങ്കിലും ഏറ്റവും കൂടുതൽ കപ്പയാനുള്ള പള്ളിക്ക് ഒരു പള്ളിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് വരാൻ ചില അസുഖം ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് റെജിസ്ട്രേഷൻ പോയി. ഞാനിപ്പോൾ 2 മണിയായപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോൾ കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഹൃദയമായിട്ട് നമ്മളെല്ലാവരും നന്ദിയോടെ കപ്പയുടെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും വിട്ടുപോയിട്ടുള്ള എനിക്കറിയാം. വിട്ടുപോയിട്ടുള്ളതൊക്കെ അടുത്ത ഞായറാഴ്ച ഞാൻ പൂരിപ്പിച്ചാൽ മതിയല്ലോ എന്ന് പ്രത്യേകമായിട്ട്. കാരണം ഈ വിരുന്നുകാരും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ കേട്ടതുപോലെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും പ്രത്യേകിച്ച് ഇതുമായി സഹകരിച്ച ഈ ഇടവയുടെ പണമൊന്നും മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നിട്ടുള്ളവർ മറ്റു മതസ്ഥരുണ്ട്. അതുപോലെ തന്നെ ഈ ഇടവയിലുള്ള ഞാൻ പറയുന്ന എല്ലാവരും സാമ്പത്തിക സ്ഥിതിയുള്ളവരല്ല. പണയം വെച്ച് തന്നിട്ടുള്ളവർ എനിക്കറിയാം, ലോൺ എടുത്ത് പണം തന്നിട്ടുള്ളവർ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വേദനയും ഒരു സന്തോഷവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും നന്ദിയോടുകയും പ്രത്യേകിച്ച് എല്ലാ മതസ്ഥരോടും ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടുന്നു. കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരെയും പ്രത്യേകിച്ച് എന്നോടൊപ്പം ചിന്തിച്ച എന്നെ സഹായിക്കുന്ന ശ്രീ ബെന്നി ജോൺ ആയിരിക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകയാണ്. കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അതിലേക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ആളാണ് കൂടുതൽ കാര്യങ്ങളിലൊക്കെ ക്രമീകരിക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ പ്രത്യേകമായിട്ട് നന്ദിയോടുകയും പിന്നെ ട്രഷറർ ഞാൻ പൈസ ടോമിച്ചാനും പൈസയുടെ കാര്യങ്ങളെല്ലാം ഇല്ലെങ്കിലും അത് കൊടുത്തോളും. പ്രത്യേകിച്ച് ടോമിച്ചാനെ നന്ദിയോർക്കുന്നു. കൺസ്ട്രക്ഷൻ കമ്മിറ്റികളായിട്ടുള്ള ശ്രീ സ്റ്റാൻലി നൈനിക്കിൻ്റെയും പ്രത്യേകമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നേതൃത്വം ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത്. അതുകൊണ്ട് അതേ സമയങ്ങളാതെ എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുകയാണ്. നമുക്ക് തുടർന്ന് സമാപനാശംസ പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ തോമാശ്രീകാരുടെയും രക്തസാക്ഷിയുടെയും പരിശുദ്ധമായി ഭവനത്തിലയുടെ നാമം പ്രകീർത്തിക്കപ്പെടുകയും അങ്ങയുടെ വചനം പ്രസംഗിക്കപ്പെടുകയും ചെയ്യട്ടെ. വഴിതെറ്റി പോയവരെ കണ്ടെത്തുകയും പരിശുദ്ധ കൂടാശംസകൾ നേടുകയും ചെയ്യട്ടെ. പാപികളായ ഞങ്ങളുടെ മേലും തിരിച്ചുള്ള സന്താനങ്ങളുടെ മേലും അങ്ങയുടെ അനുഗ്രഹം വർഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ പരിശ്രമം വിജയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താധ്വാനം പണിയുന്നില്ലെങ്കിൽ പണികളുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
സ്തുതി. നാമത്തിൽ ഇവിടെ 2 കെട്ടിടങ്ങൾക്ക് ഞങ്ങൾ സ്ഥാനമിടുന്നു. ഇവിടെ സ്ഥാപിക്കുന്ന ശിലകൾ ആശീർവദിക്കണമേ. ഈ കെട്ടിട പണി പുരോഗമിക്കുവാൻ യഥസമ്പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ. അതിനധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അപകടം രക്ഷിക്കുകയും ചെയ്യണമേ. സ്നേഹവിരുദ്ധനെ കുറിച്ച് വികാരി ചില നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. സ്നേഹമുള്ളവരെ, വ്യക്തികൾക്ക് അവിടെ തന്നെയാണ് സ്നേഹവിരുന്ന്. പിന്നെ പുത്രിമാർ വിശിഷ്ട വ്യക്തികളാണ്, പക്ഷേ കുടുംബാംഗങ്ങളാണല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ആണ് സ്നേഹവിരുന്നിൽ വന്നിട്ടുള്ളത്.